സംസ്ഥാനത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്ന തെരുവ് നായ്ക്കൾ വലിയ സാമൂഹിക വിപത്തായി മാറിക്കഴിഞ്ഞുവെന്ന് ആശങ്ക പ്രകടിപ്പിച്ച് KCBC ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. പ്രായഭേദമന്യേ ദിനംതോറും നിരവധി പേരാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നതെന്നും സർക്കാർ സംവിധാനങ്ങൾ സത്വരമായി പഞ്ചായത്ത് തലത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാധിക്കൂവെന്നും അഭിവന്ദ്യ ജോസ് പുളിക്കൽ പിതാവ് ഷെക്കേന ന്യൂസിനോട് പ്രതികരിച്ചു. വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഗൗരവമായി എടുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നമസ്കാരം. കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് തെരുവുനായ ശല്യം. ഒരു സാമൂഹ്യ വിപത്തായിട്ട് തന്നെ ഇന്ന് മാറിയിട്ടുണ്ടത്. പുറത്തിറങ്ങിയാൽ കടി കിട്ടുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം. ഒരു സംസ്കാരമുള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും ചിന്തിക്കാനാവാത്ത വിധം തെരുവുനായുകളുടെ കടിയേറ്റ് മരണപ്പെടുകയും രോഗബാധിതരാവുകയും വലിയ ഗുരുതരമായ രീതിയിൽ അപകടപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. വിദ്യാർത്ഥിനികളടക്കം എല്ലാവരും ഇതിൻ്റെ വലിയൊരു ഭീകരമായ സാഹചര്യത്തിന് ഇരയാകുന്നു എന്നുള്ളതാണ് സത്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി തന്നെ ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തി കോടതി സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് തന്നെ വ്യക്തമായ രീതിയിൽ താക്കീത് നൽകുന്നുണ്ട്. വാസ്തവത്തിൽ ഈ തെരുവുനായകളെ തെരുവിൽ അലയാനായിട്ട് അനുവദിക്കുന്നത് നായ്ക്കളോടുള്ള വലിയ കഠിനമായ ഒരു ക്രൂരതയാണ്. നായ്ക്കളെ സ്നേഹിക്കുന്നു, മൃഗസ്നേഹം എന്നൊക്കെ പറയുന്നവർ തെരുവ് നായ്ക്കളായിട്ട് തെരുവിൽ നായ്ക്കളെ അലയാൻ അനുവദിക്കുന്നത് തീർച്ചയായിട്ടും ഗൗരവമായ ഒരു പാതകമാണ് ആ മൃഗങ്ങളോട് ചെയ്യുന്നത്. നായ്ക്കൾ വളർത്തുമൃഗങ്ങളാണ്. വളർത്തുമൃഗങ്ങളെ വീടുകളിൽ വളർത്തേണ്ടതാണ്. അതിന് സംരക്ഷിക്കാനായിട്ട് ഉടമസ്ഥരുണ്ടാവണം. ആഹാരം കൊടുത്ത് നല്ല രീതിയിൽ അതിനെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തേണ്ടതാണ്. വളർത്തുമൃഗങ്ങളിൽ പെറ്റ് ഡോഗ്സ് ഉണ്ട്, ഗാർഡ് ഡോഗ്സ് ഉണ്ട്. അതിനെയൊക്കെ അതിൻ്റെതായ രീതിയിൽ ഉടമസ്ഥ അവകാശമുള്ള ഒരു തരത്തിൽ വളർത്തിയെടുക്കണം. ഒന്നാമതായിട്ട് തന്നെ ഇത്തരം വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ, നായ്ക്കളെ, അതിനെ രോഗമോ വാർദ്ധക്യമോ ആകുമ്പോൾ പുറത്തേക്ക് ഇറക്കി വിടുന്നത് കർശനമായിട്ട് നിയന്ത്രിക്കേണ്ടതാണ് എന്ന കാര്യം തന്നെ നിയമപരമായിട്ട് നടപ്പിലാക്കേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ തെരുവിലേക്ക് ഇതുപോലെ വന്നു ചേർന്നിരിക്കുന്ന ഈ നായ്ക്കളുടെ ശല്യം വർദ്ധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് കോടതി നിരീക്ഷിക്കുന്നത് അറവ് മാലിന്യങ്ങൾ തള്ളുന്നു ധാരാളമായിട്ട്. ആരും നോക്കാനില്ല, ഒരു തരത്തിലും നടപടി എടുക്കുന്നില്ല. സർക്കാർ സംവിധാനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അറവ് മാലിന്യങ്ങളോ ഭക്ഷണപ്പൊതികളോ തെരുവിൽ ഉപേക്ഷിക്കുന്നത്, വഴിയിൽ ഉപേക്ഷിക്കുന്നതെല്ലാം കർശനമായിട്ട് നിയമം കൊണ്ട് തന്നെ അതിനെ തടയണം, നടപടിയെടുക്കണം, ശിക്ഷണ നടപടി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതും പ്രസക്തമായ കാര്യമാണ്. തെരുവിൽ ഇപ്പോൾ ഉള്ള ഈ തെരുവ് നായ്ക്കളെ തീർച്ചയായിട്ടും ഷെൽട്ടർ ഹോമുകളിലേക്ക്, അങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അവർക്കൊക്കെ പൊതുവായിട്ട് പാർപ്പിടം ഒരുക്കി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഷെൽട്ടർ ക്യാമ്പുകൾ ഉണ്ടാക്കണം. അങ്ങനെ അവരെ അവിടെ തന്നെ പുറത്തു വിടാതെ സംരക്ഷിക്കാൻ പഞ്ചായത്ത് തലത്തിൽ സംവിധാനം ഉണ്ടാകണം. അതിനുവേണ്ട ഫണ്ടിങ് നൽകാനായിട്ട് സർക്കാരും പഞ്ചായത്ത് അധികൃതരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ഷെൽട്ടറിൽ എത്തുന്ന ഇത്തരം തെരുവ് നായ്ക്കളെ ഇത്തരം ഷെൽട്ടറുകളിൽ എത്തിക്കാനായിട്ട് സത്വരമായ നടപടികൾ ഉണ്ടാവണം. അങ്ങനെ കൊണ്ടുവരുന്നവരെ, അത്തരം നായ്ക്കളിൽ രോഗബാധയുള്ളവരെ തീർച്ചയായിട്ടും ദയാവധത്തിന് വിധേയമാക്കണം, ഇല്ലെന്നാക്കണം. അത് അപകടകരമായ ഒരവസ്ഥ സൃഷ്ടിക്കുമല്ലാത്ത പക്ഷം. കൂടാതെ തന്നെ വന്ധ്യീകരണം നടത്തി പിന്നെയുള്ള പെരുകൽ അവസാനിപ്പിക്കാൻ തയ്യാറാവണം. അങ്ങനെ സത്വരമായ ഒരു നടപടി പഞ്ചായത്ത് തലത്തിൽ നടപ്പിൽ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തെരുവ് നായ ശല്യം കേരളക്കരയിൽ നിന്നും വിമുക്തമാക്കാൻ പറ്റും. നായ്ക്കൾ അന്തസ്സായിട്ട് ഭവനങ്ങളിൽ, വീടുകളിൽ താമസിക്കട്ടെ. അതാണ് എല്ലാ സംസ്കാരമുള്ള നാട്ടിലും രാജ്യങ്ങളിലുമെല്ലാം നടപ്പിലാക്കുന്ന ഒരു വ്യവസ്ഥിതി. അതുകൊണ്ട് ശക്തമായ രീതിയിൽ നാടുണരണം. സർക്കാർ സംവിധാനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ വലിയൊരു പ്രതിസന്ധിയെ, വളരെ ലജ്ജാകരമായ വിധം നായ്ക്കൾ പെരുകി മനുഷ്യരെ അപകടത്തിലാക്കുന്ന ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനായിട്ടാവുമെന്നതിന് ഒരു സംശയവുമില്ല. മാത്രമല്ല, വാക്സിനുകൾ പ്രോപ്പറായിട്ട് ശരിയായ തരത്തിലുള്ള വാക്സിനുകൾ നൽകാനായിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഏതെങ്കിലും തരത്തിൽ പട്ടിയുടെ കടിയേറ്റു കഴിഞ്ഞാൽ വാക്സിൻ സ്വീകരിച്ചിട്ട് പോലും അപകടപ്പെടുന്ന കേസുകളുണ്ടെന്ന് വർത്തമാനം ധാരാളം ഉണ്ടെന്ന് പത്രവാർത്തകളൊക്കെ. അതുകൊണ്ട് തന്നെ ശരിയായ വാക്സിൻസ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാനും കൂടെ സാധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാവും. തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ വിധി ഗൗരവമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് തലത്തിൽ സത്വരമായ നടപടികൾ ഉണ്ടാവണം. അതിനാവശ്യമായ ഫണ്ടിങ് പഞ്ചായത്തിന് കൊടുക്കാനായിട്ട് തയ്യാറാവണം. ഈ നാടിനെ അങ്ങനെ രക്ഷിച്ചെടുക്കണം. ഇത് മാത്രമല്ല, നല്ല രീതിയിൽ
കൃത്യമായി പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകൾക്ക് ആവശ്യമായ ഇൻസെൻറ്റീവ്സ് നൽകാനും എല്ലാ തരത്തിലുമുള്ള പ്രോത്സാഹനം നൽകിയതിനെ ഒരു വലിയ കർമ്മപരിപാടിയായിട്ട് ആവിഷ്കരിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ കേരളം ഈ മഹാവിപത്തിൽ നിന്നും വിമുക്തമാകും എന്നുള്ളത് സത്യമാണ്. അതിന് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു.